ഈ ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ അനിശ്ചിതകാല പണിമുടക്കിന്റെ അപ്ഡേറ്റുകളിലേക്കാണ്. ഇന്ന് മുതൽ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നുണ്ട്. യൂബർ, ഒല, റാപ്പിഡോ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കെതിരെയാണ് പ്രതിഷേധം. കമ്പനികൾ ഈടാക്കുന്ന കമ്മീഷൻ തുക കുറയ്ക്കണമെന്നാണ് ടാക്സി തൊഴിലാളികളുടെ ആവശ്യം. കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമായ കേരള സവാരിക്കെതിരെയും പ്രതിഷേധമുണ്ട്. അബ്ദുൾ റഹീം നമുക്കിപ്പം കൊച്ചിയിൽ നിന്നും തത്സമയം ചേർത്തുണ്ട്. റഹീമേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടും വരെ സമരം, അങ്ങനെ തന്നെയാണോ ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ തീരുമാനം? ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? സേതു, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ്. നമുക്കറിയാം, കൊച്ചി, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഓൺലൈൻ ടാക്സികൾ സജീവമാണ്. ഊബർ, ഓല പോലെയുള്ള അല്ലെങ്കിൽ റാപ്പിഡോ പോലെയുള്ള ഓൺലൈൻ ടാക്സികൾ നിരവധി നിരത്തുകളിലുണ്ട്. അവർ ടാക്സി തൊഴിലാളികൾ ഇന്നു മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതിൽ ഈ പണിമുടക്കിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇവർ സർവീസ് നടത്തിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത ശതമാനം തുക ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകാർ കമ്മീഷനായി പിടിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1000 രൂപയ്ക്ക് സർവീസ് നടത്തിയാൽ 500 രൂപ വരെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അവരുടെ സർവീസ് കമ്മീഷനായി ഈടാക്കുകയും ചെയ്യും. അത് ടാക്സി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. കാരണം നമുക്കറിയാം, ഇന്ധനവില ഉൾപ്പെടെ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നു. CNG ആണെങ്കിലും ആ തരത്തിൽ തന്നെ വിലയുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ ഉയർന്ന വിലയിൽ തന്നെ ഇന്ധനമൊക്കെ വാങ്ങി അടിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന ആളുകൾ ഇത്തരത്തിൽ കമ്മീഷൻ കൂടി 500 രൂപയൊക്കെ കൊടുക്കേണ്ടി വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണെന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പിന്നോട്ട് പോകണം. അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഈ തുക, വലിയ തുക എന്നുള്ളത് അത് കുറച്ച് നൽകണം. കമ്മീഷനായി ഈടാക്കുന്ന തുക കുറയ്ക്കണം എന്നുള്ളതാണ് ആവശ്യം. ആ ആവശ്യത്തിൽ അത് പരിഗണിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ, നേരത്തെ ഒരു സൂചന പണിമുടക്ക് എന്ന തരത്തിൽ ഓൺലൈൻ ടാക്സികൾ സമരം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നു മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമായ കേരള സവാരിക്കെതിരെയും സമാനമായ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഈ ടാക്സി തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യം ഇത്ര കണ്ട് ഇന്ധന തുകയൊക്കെ അടിച്ച് ഇനിയിപ്പോൾ വണ്ടിയുടെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നടത്തേണ്ടതുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓടിക്കിട്ടുന്ന പൈസ ഒന്നിനും തികയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ ടാക്സി തൊഴിലാളികൾ നേരിടുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒരു ഇടപെടൽ നടത്തണം, കമ്മീഷൻ തുക ഉൾപ്പെടെ കുറയ്ക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ഈ സമരം കൂടുതൽ കടുപ്പിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇന്നു മുതൽ സമരം തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ജനങ്ങളെയും ബാധിക്കും. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഓൺലൈൻ ടാക്സികളൊക്കെ നിരത്തിലെത്തിയത് മുതൽ തന്നെ എല്ലാവരും ഊബറും ഓലയും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണമെങ്കിൽ നേരെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വാഹനം ബുക്ക് ചെയ്യുന്നു. അത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഒരു സുഗമമായ യാത്ര നടന്നിരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓൺലൈൻ ടാക്സിക്കാർ ഇത്തരത്തിൽ സമരത്തിലേക്ക് പോകുമ്പോൾ അത് പൊതുജനങ്ങളെയും സാരമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ തീർച്ചയായും വലിയ ആശ്വാസമാണ് ഈ ഓൺലൈൻ ടാക്സികൾ നമുക്ക് ഉള്ളത് എന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞ പോലെ വേറെ ഒരു ഓട്ടോ തേടി പോകേണ്ട അല്ലെങ്കിൽ വേറൊരു വണ്ടി തേടി പോകേണ്ട ഒരു ആവശ്യമില്ല. കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ട്. പിന്നെ മാത്രമല്ല, മാന്യമായ പെരുമാറ്റം നമ്മൾ വരുന്ന ഒരു നിശ്ചിത തുകയ്ക്ക് നമ്മൾ ഓക്കെ ആവുന്നു. മറ്റത് മീറ്ററിലൊരു പൈസ കാണും, അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടി ചോദിക്കും. പിന്നീട് അടി, വഴക്ക്, ബഹളം അതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഓൺലൈൻ ടാക്സികളൊക്കെ വന്നതിന് ശേഷം അതിലൊക്കെ എന്തൊരു സമാധാനമാണെന്ന് അറിയും. അവർ ചോദിക്കുന്ന പൈസ നമുക്ക് ഓക്കെ ആണെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട, അല്ലേ? അപ്പോൾ നമ്മൾ അതിന് ഫിക്സ് ചെയ്യുന്നു. വളരെ നന്നായിട്ട് വീടിൻ്റെ മുമ്പിൽ വരുന്നു, വിളിക്കുന്നു, പോകുന്നു, തിരിച്ചും അതേപോലെ വരുന്നു. അത്രയും ആശ്വാസകരമായ കാര്യമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഒരു ചെറിയ സമരം. ആ സമരം പെട്ടെന്ന് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീരട്ടെ. തീർന്നില്ലെങ്കിൽ ആകെ പണിയാണ്. പെട്ടെന്ന് തീരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.